ഒരു പൈശാചികമായിട്ടുള്ള രീതിയിലേക്കാണ് പ്രതി ചെയ്തത് എന്നുള്ളത് അന്വേഷണ മധ്യേയും ഞാൻ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്തും അതിലേക്ക് വേണ്ടി പഠിച്ചപ്പോഴും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. കോടതി എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി ഒരു വധശിക്ഷ വിധിച്ചത് തീർച്ചയായിട്ടും നീതിപൂർവമായിട്ടുള്ളൊരു വിധിയാണ്. ബ്രില്യന്റ് ആൻഡ് ബ്രൂട്ടൽ ക്രൈം, ഇങ്ങനെയാണ് പാറശാല ഷാരോൺ വധക്കേസിനെ കോടതി നിരീക്ഷിച്ചത്. ആത്മാർത്ഥ പ്രണയത്തിന് ഗ്രീഷ്മ ഷാരോണിന് മരണം സമ്മാനിച്ചപ്പോൾ സമാനതകളില്ലാത്ത ആ കുറ്റകൃത്യത്തിന് നീതിപീഠവും വിധിച്ചു വധശിക്ഷ. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പുലർത്തിയ ജാഗ്രത എടുത്തു പറയേണ്ടതാണ്. ഷാരോൺ കേസ് ഉൾപ്പെടെ വിനീത് കുമാർ വാദിച്ച 4ാമത്തെ കേസിലാണ് പ്രതിക്ക് വധശിക്ഷ ലഭിക്കുന്നത്. ആത്മാർത്ഥമായി സ്നേഹിച്ച കാമുകനെ ഗ്രീഷ്മ മാരക വിഷം നൽകി ചതിച്ചു കൊലപ്പെടുത്തിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് സ്ഥാപിച്ചെടുക്കാൻ വിനീത് കുമാറിന് സാധിച്ചു. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും പരമാവധി സമാഹരിച്ച് പഴുതടച്ച വാദത്തിലൂടെയാണ് വിനീത് കുമാർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തത്. ഇതിനു മുൻപ് വിനീത് കുമാർ വാദിച്ച 3 കേസുകളിലും പ്രതിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തിരുന്നു. കോളിയൂർ സ്വദേശി മരിയാദാസിനെ വീട്ടിൽ കയറി തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 1ാം പ്രതിക്ക് വിനീത് കുമാർ വധശിക്ഷ വാങ്ങിക്കൊടുത്തു. 2011 ഗൾഫ് വ്യവസായിയായ വർക്കല നരിക്കല്ലുമുക്കിൽ സലീമിനെ കൊന്ന് 16 കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട കേസിലും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ വിനീത് കുമാർ 1ാം പ്രതി ഷെരീഫിന് വധശിക്ഷ വാങ്ങിക്കൊടുത്തു. 2014 കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ ജീവനക്കാരിയായിരുന്ന അനുശാന്തിയും കാമുകൻ നിനോ മാത്യുവും അനുശാന്തിയുടെ 4 വയസ്സുള്ള മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്തിയ കേസിലും പ്രതി നിനോ മാത്യുവിന് വിനീത് കുമാർ വധശിക്ഷ വാങ്ങിക്കൊടുത്തു. BS വിനീത് കുമാറിന്റെ മറ്റൊരു പൊന്തൂവലാണ് ഷാരോൺ വധക്കേസിലെ വിധി. നിയമത്തിൽ PhD ഉള്ള വിനീത് കുമാറിന് 32 വർഷമായി പ്രോസിക്യൂഷനിൽ മുൻപരിചയമുണ്ട്. സാക്ഷി വിസ്താരത്തിലെ കൃത്യതയും ക്രിമിനൽ നിയമത്തിലെ പാണ്ഡിത്യവും വാദത്തിലെ പ്രത്യേക ശൈലിയും VS വിനീത് കുമാറിന്റെ പ്രത്യേകതയാണ്.